ഒന്നുമില്ല ജിബാ, മുഖം കണ്ടിട്ടൊരു വല്ലായ്മ. ഒന്നും പറയണ്ട കുട്ടിയെ, എനിക്കറിയാലോ പെണ്ണുങ്ങള് ഉംറ കഴിഞ്ഞു ഇങ്ങോട്ട് വന്നു. ഉംറ കഴിഞ്ഞ് പോകാനിപ്പോ എന്താ എയർപോർട്ടിൽ നിന്ന് എന്താ ചെറുക്കൻ അടിയിട്ടീന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുത്തിരിക്കാനും പറ്റണില്ലല്ലോ. ചെരുപ്പും വരുന്നോ ഇവിടെ ഇങ്ങനെ നല്ല കാറ്റുള്ളൂ. ഒന്നും പറയണ്ട, ഉംറ കഴിഞ്ഞാണ്ട് ചെറുക്കനെ പെണ്ണുങ്ങളെ കൊണ്ട് പോന്നതാ. അപ്പൊ നമ്മളെ ഈ കരിപ്പൂര് എയർപോർട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനം, നമ്മൾ കൂടി എയർപോർട്ടാണല്ലോ, നമ്മളെ നാട്ടുകാരെല്ലാം കൂടി ഉണ്ടാക്കിയ എയർപോർട്ടാണ് കരിപ്പൂര് എയർപോർട്ട്. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ കംപ്ലീറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ അതിന് പെർമിഷൻ കിട്ടുള്ളൂ. അപ്പൊ കരിപ്പൂര് എയർപോർട്ടിൽ നമുക്കറിയാലോ കുറേ ആളുകൾ വരും, വണ്ടി സൗകര്യം, ഈ വണ്ടി വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പൊ ഓർക്കൊന്നും നിയമം ഒപ്പൊന്നും ഇല്ല. എന്നാൽ നമുക്ക് എന്താക്കുക, പാർക്കിംഗ് ഇടാ വിചാരിച്ചിക്കാണ്ട് വണ്ടി കൊടുന്നിട്ടാൽ ഒരു കാറിന്റെ പൈസ കൊടുക്കണം ഓർക്ക്. പാർക്കിങ് ഓർക്ക് 5 റുപ്യ 10 റുപ്യയും 15 റുപ്യയും കൊടുത്താൽ മതിയല്ല. ഒരു 10, 20, 30 ആണെങ്കിൽ ആളുകൾ എത്ര ആണെങ്കിലും പാർക്കിംഗ് കിട്ടും. ഇത് നമ്മളെ ചങ്ക് പിടിച്ചാണ്ട് ബ്ലേഡ് കൊണ്ട് അറുക്കണ അറിവാണ്. അതാണ് പറഞ്ഞത്, തച്ചീനൊക്കെ അടുത്തൊക്കെ എത്തുന്നത്. അപ്പൊ ഈ ചെറുക്കന്മാർക്ക് സമയമുണ്ട്, നമുക്ക് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വണ്ടിയിൽ ആളിറക്കിയിട്ടാണ് പോവുകയാണെങ്കിൽ പൈസ വേണ്ട അറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തും, ആളെ ഇറക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിച്ചുവിടും. ഇപ്പൊ മൊബൈൽ സൗകര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ ആളിറങ്ങുമ്പോൾ ഇങ്ങോട്ട് വരി എന്നിട്ട് കൊണ്ടുപോകാൻ കാരണം ഇത് ചെറിയ പൈസ അല്ല, ചെറിയ പൈസ ആണെങ്കിൽ നമ്മളെല്ലാവരും പാർക്കിംഗ് കിട്ടും. അങ്ങനെ നമ്മളെ കുട്ടി എന്താക്കി, അവിടെ ആദ്യം കൊണ്ട് ഇറക്കി, പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ എടുക്കാൻ നേരത്തെ ഓല് ഇതിൽ എഴുതിയ സമയത്തിന് ഇനി 2-3-4 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളിത് കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ എല്ലായിടത്തും ഹിന്ദിക്കാരാണല്ലോ. ഓലങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിഥി തൊഴിലാളികൾ ഓലോട് നമുക്ക് അതല്ലാതെ വേറെ ഒന്നും പറയാമല്ലോ. അവിടെ ഇപ്പം ഒന്നും പറയേണ്ട വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിലും ടോൾ പിരിവിൽ ഓലാണ്. നമ്മൾ എവിടെയെങ്കിലും വയ്യ വെച്ചാൽ ഓലക്കൊണ്ട് ഇപ്പൊ നടക്കാൻ പറ്റില്ല. നമ്മളെന്ത് കാര്യം തന്നെയാണ്, നമുക്കൊന്നും പറയാനും പറ്റില്ല. ഓലില്ലെങ്കിൽ നമുക്ക് വേറെ ബിൽഡിങ് മറ്റും ഉണ്ടാക്കാൻ പാടില്ല, അതും സംഭവം ശരിയാണ്. പക്ഷേ ഓലിപ്പോ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയിരിക്കണം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഇത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ ഈ സമയം ഇനി 2-3-4 മിനിറ്റ് ഉണ്ടല്ലോ പറഞ്ഞു. ഇവരങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൂട്ടിനങ്ങോട്ട് തച്ചു. പുറത്തും അവിടെ ഇവിടെയൊക്കെ കൂടിണ്ട് അടിച്ചിട്ട്. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ അവിടുത്തെ MLA ഒക്കെ നോക്കിക്കാണ്ട് മൂപ്പർ ബോർഡൊക്കെ മറിച്ചാണ്ട് മൂപ്പരും വന്ന് നോക്കണം. മൂപ്പരും പറഞ്ഞു സത്യമാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ തരികിട നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് തല്ലാനായിട്ട് ആളെ നിർത്തി അല്ലാതെ എന്തപ്പോ അതിനൊക്കെ പറയാ കുട്ടിയെ, നമ്മളുണ്ടാക്കിയ എയർപോർട്ട് നമ്മൾ നാട്ടുകാരെ പിരിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, മലപ്പുറം മോഡൽ ഇറങ്ങാണ്ട് ആസ്പത്രി ആണെങ്കിൽ ആസ്പത്രി, സ്കൂളും മദ്രസും പള്ളിയും അമ്പലവും നാട്ടുകാരും എല്ലാം പിരിവെടുത്തിട്ടാണ് ഓർക്ക് ഈ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ലാഭകരമാകുമ്പോൾ ആരൊക്കെ കൊണ്ടേ ബുക്കും, അത് വേറൊരു പ്രശ്നം. അത് മാത്രം ഹജ്ജിന് ചെന്ന് ആലോചിച്ച് നോക്കാം, കരിപ്പൂര് എയർപോർട്ടിൽ വില കൂടുതലാ. ഒരു നെടുമ്പശ്ശേരി വിമാനത്താവളത്ത് പോവുകയാണെങ്കിൽ പൈസ കുറവ്, കണ്ണൂർ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ അവിടെയും പൈസ കുറവ്. ഇവിടെ മലബാറിൽ നിന്ന് എത്രങ്ങാനും ആളുകൾ ഹജ്ജിന് പോകുന്നത്, ഈ ഹജ്ജിന് പോകുമ്പോഴും അവിടുന്ന് പൈസ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. എന്താ ഇവിടുത്തെ ആളുകളൊക്കെ കുറേ ആളുകളുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കരിപ്പൂർ എയർപോർട്ട് ആണെങ്കിലും മലപ്പുറത്ത് എന്ത് വരികയാണെങ്കിലും ഒക്കെ മലപ്പുറം മോഡല്, ഒക്കെ നാട്ടുകാർക്ക് പൈസ പിരിച്ചുണ്ടാക്കണം. എന്നിട്ട് നാട്ടുകാർക്ക് പൈസ ഉണ്ടാക്കിയിട്ട് മറ്റങ്ങൾക്ക് അല്ല ആനുകൂല്യം ഉണ്ടാകുമോ? ഇല്ല. മലപ്പുറത്തിന്റെ പ്രശ്നം ആര് ഭരിച്ചാലും തീരാത്ത എന്താ അതന്നെ ചോദിക്കേണ്ടത്. ആരാടെ പറയണത്? ഒക്കെ മലപ്പുറം മോഡല് പൈസ നമ്മൾ ഉണ്ടാക്കുക, സ്കൂളും മദ്രസും പള്ളി അമ്പലം ഒക്കെ നിറങ്ങിയിട്ട് നമ്മൾ കൊടുക്കുക, എന്നിട്ട് ഉണ്ടാക്കി ഒക്കെ ലാഭകരമാണ്. കരിപ്പൂർ എയർപോർട്ടിൽ ഇപ്പൊ ഇന്നാള് പേപ്പറിൽ കണ്ടു, 5 എയർപോർട്ടിൽ ഏറ്റവും വരുമാനം ഉണ്ടാകുന്ന എയർപോർട്ടാണ് കരിപ്പൂർ എയർപോർട്ട് ഉഷാറാണ്. എന്നിട്ട് ഉണ്ടാക്കുക ഈ നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ ഈ ഹജ്ജിന് പോണിച്ച് ആലോചിച്ചാൽ ഈ മലബാർ ഏരിയയിൽ കൂടുതൽ ആളുകൾ ഹജ്ജിന് പോകണം അവിടെ അല്ലേ. അതിന് വിമാനം 4000 റുപ്യ 5000 റുപ്യ ഒരു ടിക്കറ്റുമ്പോൾ കൂടുതൽ. നെടുമ്പശ്ശേരിക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് പോകണോ? അവിടുന്ന് കഴിഞ്ഞ് വരിക, ഇവിടുന്ന് അവിടെ എത്ര യാത്ര ചെയ്യണം, എത്ര വണ്ടിക്കൂലി കൊടുക്കണം, അത് പുറത്ത്. ആ വണ്ടിക്കൂലി തന്നെ ഇവിടെ പിടിച്ചിരുന്നതേ ചങ്ങായി. ഈ കരിപ്പൂർ എയർപോർട്ടിൽ ആദ്യം വന്നത് ഇതൊക്കെ മറ്റൊക്കെ പ്രൈവറ്റ് ആണ്. ഇതിലൊക്കെ ഓരോരുത്തരും ഇതിന്റെയൊക്കെ ഈ നമ്മളൊക്കെ ഭരിച്ചിട്ട് ആളുകളൊക്കെ ചിലപ്പോൾ ഓർക്ക് പാർട്ണർഷിപ്പ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ എന്തോ ഇറക്കിയതിനൊക്കെ പറയാ. അങ്ങനെ ചോദിക്കാനും പറയാനും ഒരു ആളും ഇല്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ എൻ്റെ കുട്ടിനെ തച്ചു, കുട്ടിക്ക് മുറിയായി, ഇതൊക്കെ തന്നെ പറയാലോ. ഇതിപ്പോൾ ആരോട് പറയാം? ഇവിടെ നിന്നിക്കാണ്ട് ഈ മലയിൽ ഇങ്ങനെ കയറിയിട്ട് നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഈ കാണുന്ന മരങ്ങളുണ്ടല്ലോ ഓരോട് പറയാ, എന്നാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അല്ലാതെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് അഭിജു കുറച്ചു നേരം കുത്തിർക്ക് കാറ്റ് കൊണ്ടിട്ട് നമുക്ക് ഈ മരങ്ങളോട് ഇങ്ങനെ പറയാം. ഒരു വണ്ടി പാർക്ക് ചെയ്തിനാ ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന തിന്ന അങ്ങനെ കഫം കുടിച്ച് തിന്ന അതന്നെ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നിനും ചോദിക്കാനും പറയാനോ ഒന്നുമില്ല. ചോദിക്കണ്ട, പറയണ്ട, മിണ്ടണ്ട.
അതന്നെ. അപ്പൊ നമുക്ക് ഈ ചെടികൾക്കും ഈ മരത്തിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവല്ലോ. ആ മനസ്സമാധാനത്തിന് അങ്ങനെ ഇപ്പൊ തല്ലാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഗുണ്ടായുധം കാട്ടാൻ പറ്റുമോ ഇത്? ചങ്ങായി ഇതൊക്കെ നടന്നല്ലോ. എന്നിട്ട് എന്തെങ്കിലും ഓല പേരിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? എന്താ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്നെ പോലത്തെ ആളുകൾ സോഷ്യൽ മീഡിയ അതെങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്നിട്ട് എന്ത് കോപ്പ നേരിട്ട് വർത്താനം പറയുമ്പോ ഇങ്ങനെ നിൽക്കുങ്ങളൊക്കെ എന്താ പോയി ചോർന്നു കണക്ക എനിക്ക് ചെടികളോട് ചോദിച്ചായി കുറ്റം. അങ്ങനെ തന്നെയാണ്. ഞാൻ പോവാണ്. നിങ്ങളോട് ഒരു വർത്താനം പറയാൻ പറ്റൂല.